സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി വൈഡായിട്ടുള്ളൊരു ഇത് വേണം. എന്നാൽ മാത്രമാണ് ഇതിപ്പോൾ 4K ആണ്. എന്തൊക്കെയാണെങ്കിലും വ്ളോഗിങ് ക്യാമറ ആകുമ്പോൾ ഇത്രയും കൂടി വൈഡായിരിക്കും. മുട്ടി പറ്റിയിട്ട് കുറേ നാളായി. സോ 2 പേഴ്സ് നമുക്ക് എടുക്കാം. ഒറ്റ ക്യാമറ ചുമട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ ഫേസ് മാസ്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാപ്സാണ്. ഇപ്പോൾ നമുക്ക് ട്രാക്കിംഗ് ഫങ്ഷനോ അല്ലെങ്കിൽ പിന്നെ ഓട്ടോമേഷൻ പരിപാടി വെച്ചും കൊണ്ട് ഒരു മാസ്ക് വെച്ചും കൊണ്ട് കാര്യം നടക്കില്ല. എല്ലാ ഫ്രെയിമും നമ്മൾ പോയി ഇൻഡിവിജ്വലി മാസ്ക് ചെയ്ത് പെടാപ്പാടാണ്. മെയിനായിട്ട് ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. ബ്രെഡും പിസ്താഷ്യം ക്രീമും അല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. ബസ് വന്നുണ്ട് പോണേ, ബസ് വന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൈബ്രറി. ഈ കാണുന്ന ബിൽഡിംഗാണ് നമ്മുടെ ലൈബ്രറി. പക്ഷെ നമ്മളിവിടേക്ക് പോയിട്ട് കുറേ നാളെ 2-3 മണിക്കൂറെങ്കിലും നടക്കാൻ പോകണം. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരം എന്താണോ ആരെന്നാണോ പറഞ്ഞോടാ. പക്ഷേ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ വിശന്നേ അന്നം വിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഗിൽട്ടി ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് പണി ഒടുങ്ങിയിട്ടില്ല. എനിക്ക് പണി തുടങ്ങണമെന്നുണ്ട്. പക്ഷേ അവരൊരു കൺഫർമേഷൻ തരാതെ എനിക്ക് പണി തുടങ്ങാൻ പറ്റില്ല. എനിക്ക് ആദ്യം അലങ്കൃതത്തിൻ്റെ അർത്ഥം അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് ഡെക്കറേഷനുള്ള മലയാളം വാക്കാണ് അലങ്കൃതമായി തീരാം. എനിക്ക് തോന്നുന്നു ഇത് ചെറിയൊരു രീതിക്ക് ChatGPT വെച്ച് എഴുതിയത് പോലെയാണോ എന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അലങ്കൃതം, പ്രവണതം ഇതൊക്കെ എന്ത് വാക്കാണ്? നമ്മൾ കേൾക്കാത്ത കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ പുള്ളി ഭയങ്കര എന്താ പറയുക, ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ വായിക്കുന്ന കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളായിട്ട് ഇതുപോലത്തെ ടൈപ്പ് മ്യൂസിക്കിനോട് ആക്സസ് ഉണ്ടായിരുന്നില്ല. ആൾക്കാർ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, മലയാളം ബുക്സ് വായിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി മലയാളത്തിലോട്ട് തിരിച്ചു പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് AI ആയിട്ട് ഉണ്ടാക്കി തന്നേക്കുന്നത്. AI ആണെന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, മേ ബി, ഹു നോസ്. നല്ല അടിപൊളി ഭാഗമുണ്ട് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗം. എനിക്ക് തമിഴിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, തമിഴ് പാട്ടുകൾ ഞാൻ ഇത്രയും കൂടി എൻജോയ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, മലയാളത്തിനെക്കാട്ടും ഇത്രയും കൂടി ഫ്ലോ ഉള്ളത് തമിഴിനല്ലേ. പിന്നെ എനിക്ക് പുള്ളീൻ്റെ ലിറിക്സിനകത്ത് എനിക്ക് വലിയ അർത്ഥം തോന്നിയില്ല. ഇതാര് താരകമോ, നാളേക്കുള്ള താരകമായിട്ട് വരുമോ, അതിൻ്റെ അർത്ഥം തൊട്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഭയങ്കര പോയറ്റിക്കായിട്ട് പുള്ളി ഉദ്ദേശിച്ചിരുന്നായിരിക്കും. പക്ഷെ പുള്ളീൻ്റെ അതിനകത്ത് എനിക്ക് ഗുണമല്ല നല്ലതായിട്ട് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുള്ളി ഇത്രയും കൂടി ഡൗൺ ടു എർത്താണ്, ഇത്രയും കൂടി എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു ടൈപ്പ് ഓഫ് AI ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ല ലിറിക്സൊക്കെ ആയിട്ട് പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എനിക്കറിഞ്ഞ പുള്ളീൻ്റെ ഭാഗം ഇതിനകത്തൊരു ജസ്റ്റ് ഒരു അൺനെസസറി പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് ഈ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ലൈഫിലുണ്ടെങ്കിൽ ഓക്കെയാണ്, സെറ്റാണ്. Advertising isn't about clever tricks or manipulations. At its core, it requires clear thinking coupled with a deep understanding of human psychology, along with the ability to distill a complex idea into a എല്ലാ ദിവസവും ഒരു 10 പേജ് വെച്ച് വായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ വെക്കാൻ പറ്റുമായിരിക്കും.